കണ്ണൂർ തളിപ്പറമ്പിലെ തീപിടുത്തത്തിൽ 50 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായെന്ന് എഫ്ഐആർ. തീ പടർന്നത് സമീപത്തെ ട്രാൻസ്ഫോമറിൽ നിന്നെന്നും എഫ്ഐആറിൽ പറയുന്നു. തീപിടുത്തം സംബന്ധിച്ച് RDOയുടെ നേതൃത്വത്തിൽ അപകടമുണ്ടായ കെട്ടിടങ്ങളിൽ പരിശോധന നടത്തും. അപകടം സംബന്ധിച്ച് പ്രാഥമികമായ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് പരിശോധന. തളിപ്പറമ്പിലെ നാശനഷ്ടങ്ങൾക്ക് മതിയായ സാമ്പത്തിക സഹായം സർക്കാർ പ്രഖ്യാപിക്കണമെന്ന് സ്ഥലം സന്ദർശിച്ച് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. ബിജീഷ് ഗോവിന്ദൻ തളിപ്പറമ്പിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരും. ബിജീഷ്, രാവിലെ തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭാരവാഹി പറയുന്നുണ്ടായിരുന്നു ഏകദേശം 50 കോടിയുടെ നഷ്ടം ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ പ്രാഥമികമായി തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടിൽ എഫ്ഐആറിലും സമാനമായ ഒരു നാശനഷ്ടത്തിന്റെ കണക്ക് തന്നെയാണ് വിവരിക്കുന്നത്. എന്താണിപ്പോൾ വ്യാപാരികൾ നേരിട്ട് പറയുന്നതിന്? അന്വേഷണം എങ്ങനെയാണ് നടക്കാൻ പോകുന്നതിന്? സൈഫുദ്ദീൻ, ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷം വ്യാപാരികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു എഫ്ഐആർ തളിപ്പറമ്പ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഏകദേശം 50 കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായി എന്നുള്ളതാണ്. അത് ഈ വ്യാപാരികൾ നൽകിയ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള ഒരു കാര്യം എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇതിനടുത്തുള്ള ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് ഉള്ള തീപ്പൊരിയാണ് അപകടത്തിനിടയാക്കിയതെന്നും വ്യാപാരികൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും സ്ഥിരീകരണമില്ല. ആ വ്യാപാരികൾ പറഞ്ഞ കാര്യമാണ് എഫ്ഐആറിലുള്ളത്. ഏതായാലും അതിലൊക്കെ പരിശോധന നടക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ആദ്യഘട്ടത്തിൽ RDOയുടെ നേതൃത്വത്തിലാകും ഇവിടെ പരിശോധന നടക്കുക. സംഭവസ്ഥലത്ത് ഇപ്പോൾ രാവിലെ തന്നെ ഉദ്യോഗസ്ഥർ പലരും വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു ഇതൊക്കെ വടം കെട്ടി ആ മേഖല തിരിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരെ മാത്രമേ അതിനകത്തേക്ക് ഇപ്പോൾ കടത്തിവിടുന്നുള്ളൂ. പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പോലീസ് സംവിധാനങ്ങൾ ഇന്ന് കർശനമാണ്. ദേശീയപാതയോട് ചേർന്ന് നിൽക്കുന്ന മേഖലയായതുകൊണ്ട് തന്നെ ദേശീയപാതയിലെ ഗതാഗതം തടസ്സപ്പെടാതിരിക്കാനുള്ള സംവിധാനങ്ങളും ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. പോലീസും മറ്റു സംവിധാനങ്ങളും സജീവമായി തന്നെ രംഗത്ത് വരികയും ചെയ്തു. രാവിലെ 11 മണിക്ക് ഈ വ്യാപാരികളുടെ ഒരു യോഗം അവർ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിനകത്ത് മാത്രമേ ഈ നഷ്ടം സംബന്ധിച്ചിട്ടുള്ള ഒരു കൃത്യമായൊരു കണക്ക് രൂപപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് നേരത്തെ അവരുടെ നേതാക്കന്മാർ അറിയിച്ചിരുന്നത്. അത് 11 മണിക്ക് വ്യാപാര ഭവനിലാണ് ചേരുക. നേരത്തെ ഈ പറഞ്ഞതുപോലെ സാധനങ്ങൾ കത്തിനശിച്ചു, ഒപ്പം ഉണ്ടായിരിക്കുന്ന മറ്റു നാശനഷ്ടങ്ങൾ, അതിനൊപ്പം തന്നെ ഇന്നലത്തെ കളക്ഷൻ ലഭിച്ച പൈസ നഷ്ടപ്പെട്ടത്, ഇതൊക്കെ ചേർന്നുള്ളൊരു വിവരങ്ങൾ ലഭ്യമാകണമെങ്കിൽ അത് അവരൊരു കൂടിയിരുന്ന് ആലോചിച്ചതിന് ശേഷം മാത്രമേ ലഭിക്കുകയുള്ളൂ. ഏതായാലും ഇന്നലത്തെ ഒരു ആഘാതത്തിന്റെ വലിയ വിഷമം വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർക്കുണ്ട്. അതിന്റെ ഒരു കാര്യങ്ങൾ കൂടി പരിഗണിച്ച് കൂടിയിരുന്ന് ആലോചിച്ച ശേഷം കൃത്യമായൊരു കണക്ക് തയ്യാറാക്കാമെന്നുള്ളതാണ് അവർ പറയുന്നത്. ഉച്ച കഴിഞ്ഞ് സ്ഥലം MLA കൂടിയായിട്ടുള്ള CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇവിടെ എത്തുന്നുണ്ട്. MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ വ്യാപാരികളുടെയും രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെ ഒക്കെ ഒരു യോഗം ചേരാനുള്ള തീരുമാനവുമുണ്ട്. ആ യോഗത്തിനകത്ത് ഈ നഷ്ടപരിഹാരം സംബന്ധിച്ചുള്ള ആവശ്യം വ്യാപാരികൾ ഉന്നയിക്കും. അവർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യം വ്യാപാരികളും അതുപോലെ തന്നെ സ്ഥലം രാവിലെ സന്ദർശിച്ച KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫും ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ്. ഏകദേശം 10-60ഓളം കടകൾ കത്തി നശിച്ചു. അതിനകത്തുള്ള സാധനങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതായി. അവിടെയുള്ള തൊഴിലാളികളുടെ ജീവിതം മറ്റൊരു ഭാഗത്ത് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ളൊരു തീരുമാനമാകണം ഉണ്ടാകേണ്ടത്, സർക്കാരിന്റെ ഭാഗത്തുണ്ടാകേണ്ടത് എന്നുള്ളതാണ് വ്യാപാരികൾ പ്രധാനമായും ആവശ്യമായി ഉന്നയിക്കുന്നത്. സൈഫുദ്ദീൻ.